ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറി വയ്ക്കാനായിട്ട് 2 അയില എടുത്തിട്ടുണ്ട്. 2 അയില നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. ഒരയില നമ്മൾ 3 കഷ്ണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 6 പീസുണ്ട്. ഈ 6 പീസ് കൊണ്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. നമ്മളൊരു കടായി വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇഞ്ചിയും കറിവേപ്പില ഇടണം കേട്ടോ. അന്നേരം നമ്മുടെ ഈ വഴറ്റുന്ന നമ്മുടെ സവോളയ്ക്കൊക്കെ ഒരു നല്ല മണം, കറിക്കൊരു മണം ഉണ്ടാവുള്ളൂ. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മളൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ സവോളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാലിലാണ് കറി വയ്ക്കുന്നത്. മുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി അതിൻ്റെ കുറവ്, മഞ്ഞൾ പൊടി അതിലും കുറവ്, ഇങ്ങനെ ചേർത്താൽ മതി കേട്ടോ. നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. കല്ലുപ്പ് ഉപയോഗിക്കണ ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ചരച്ച് തുടങ്ങി. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് തല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അയിലയുടെ മുട്ടയാണ് കേട്ടോ. ചേർത്ത് കൊടുക്കാം. ഇതതിൻ്റെ പരിഞ്ഞിൽ, മുട്ടയും പരിഞ്ഞിലും രണ്ടുമാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു മാത്രം. ഇതതിൻ്റെ കരളാണ് കേട്ടോ. ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. കറിയൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ കറി വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് എല്ലാവരോടും കൂട്ടുകാരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോ പിടിക്കുന്നത് നമ്മൾ വിചാരിച്ചു നമ്മൾ 5 മിനിറ്റ് കൊണ്ട് കാണില്ലേ. ഇത് 5 മിനിറ്റ് ഒന്നുമല്ല ഈ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടത്. നമ്മളെല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ച് ഇത് വെന്ത് പിടിച്ചൊക്കെ വരുമ്പം നല്ലൊരു സമയം നമുക്ക് വേണ്ടി വരും. അത് നന്നായിട്ട് നമ്മൾ പണിയെടുത്തെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമുക്കിനി 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ലാസ്റ്റ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തിളക്കരുത്, നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പുണ്ട് കേട്ടോ. ഈ കറിക്ക് നമുക്ക് വേണമെങ്കിൽ അയില മപ്പാസ് എന്നൊക്കെ പറയാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും പറയുന്നില്ലേ. ഓരോരുത്തരും ഓരോ പേരുകളൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല അയിലയാണിത്. നല്ല ഫ്രഷായിട്ടുള്ള അയിലയാണ് ഞാൻ മേടിച്ചത്. നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.